നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു വാർത്തയിലേക്കാണ്. കൊച്ചിയിൽ സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥികളെ കത്തികൊണ്ട് കുത്താൻ നോക്കി ചിക്കിംഗ് മാനേജർ എന്ന വാർത്ത നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ കാണുകയും ചെയ്തിരുന്നു. അപ്പോൾ കൊച്ചിയിലെ ചിക്കിംഗ് ഔട്ട്ലെറ്റിലാണ് ഈ സംഭവം ഉണ്ടായത്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കാണാം. സഹിൻ ആന്റണിയാണ് ആ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സഹിൻ പറയുകയായിരുന്നു വലിയ തരത്തിലുള്ള അസഹിഷ്ണുത അല്ലെങ്കിൽ അക്രമാസക്തമായിട്ടുള്ള ദൃശ്യമാണ് അത് എന്നുള്ളത്. +1 പഠിക്കുന്ന വിദ്യാർത്ഥികളോടാണ് ഈ തരത്തിലുള്ള സമീപനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം, അതിൻ്റെ മറ്റു നടപടികൾ ഒന്നുകൂടി വിശദീകരിക്കാം. സ്വാഭാവികമായിട്ട് ഈ +1 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പലയിടങ്ങളിൽ നിന്നും സാൻഡ്വിച്ചൊക്കെ കഴിക്കാറുണ്ട്. അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഇതിൽ എത്രയധികം ചിക്കൻ ഉണ്ടാകും, എത്ര ക്വാണ്ടിറ്റി ഉണ്ടാകും, ക്വാളിറ്റി ഉണ്ടാകും എന്നുള്ളതൊക്കെ. അങ്ങനെ കരുതിയായിരിക്കാം ചിക്കിങ്ങിൻ്റെ MG റോഡിലെ ശാഖയിൽ കയറിയത്. പക്ഷേ അവിടെ അവർ കൊടുക്കുന്ന പണത്തിന് തുല്യമായ ചിക്കൻ ലഭിച്ചില്ല. ഇതോടുകൂടി ഈ വിദ്യാർത്ഥികൾ അത് ചോദ്യം ചെയ്തപ്പോൾ അവിടുത്തെ മാനേജർ അസഹിഷ്ണുതയോട് അവരോട് പെരുമാറുകയും അവരെ കുത്താൻ കത്തി ഉപയോഗിക്കുകയുമായിരുന്നു ചെയ്തത്. 2 തവണയാണ് അയാൾ അവരെ കുത്താൻ കത്തി എടുത്തു കൊണ്ടുവന്നത്. എന്തായാലും വിദ്യാർത്ഥികൾ അവരുടെ സഹോദരങ്ങളെ വിളിച്ചു വരുത്തി. പിന്നീട് ചോദ്യം ചെയ്യൽ അതൊരു കയ്യാങ്കളിയിലേക്ക് മാറി. ആ കത്തി പിടിച്ചു വാങ്ങുകയും ചെയ്തു. ഈ മാനേജറുടെ ഭാഗത്ത് നിന്ന് വന്നത് ഗുരുതരമായ വീഴ്ചയാണ്. പണം വാങ്ങി ഒരു കസ്റ്റമർക്ക് സാധനം കൊടുക്കുന്നു. നമ്മൾ സാധാരണ കച്ചവടക്കാരൊക്കെ പറയാറുണ്ട് കസ്റ്റമർ ദൈവമാണെന്ന്. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല സംഭവിച്ചത്. പകരം ആ വിദ്യാർത്ഥികളെ അവർ കൊടുക്കുന്ന പണത്തിന് തുല്യമായ സാധനമല്ലല്ലോ ലഭിച്ചതെന്ന് ചോദിച്ചപ്പോൾ കുത്താൻ ഓടിക്കുന്ന ഒരു സമീപനമാണ് ചിക്കിങ്ങിൻ്റെ MG റോഡ് ശാഖയിലെ മാനേജർ സ്വീകരിച്ചത്. ശരി സഹിൻ, എന്തായാലും വലിയ തരത്തിലുള്ള അക്രമാസക്തമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ശാഖാ മാനേജർ സ്വീകരിച്ചത് എന്നുള്ളതാണ്. +1 പഠിക്കുന്ന വിദ്യാർത്ഥി അത്രയും ചെറിയ വിദ്യാർത്ഥികളോടാണ് ഇത്തരത്തിൽ കാണിച്ചത്. അസഹിഷ്ണുമായിട്ടുള്ള പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിൽ എന്തായാലും നടപടി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.